ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഅബാനിൽ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറഞ്ഞു, റജബ് മാസം വിത്തിറക്കുന്ന മാസമാണ്, ശഅബാൻ നനച്ചു കൊടുക്കേണ്ട മാസമാണ്, റമളാൻ കൊയ്തെടുക്കേണ്ട മാസമാണ്. റമളാൻ അടുത്തെത്തി, നമുക്കൊക്കെ അറിയാം. ആർക്കാണ് ഇത് ഫലപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നമ്മുടെ റജബ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. റജബിൽ വിത്തിറക്കിയിട്ടുണ്ടോ? ശഅബാനിൽ വിത്തിറക്കിയവർക്കല്ലേ നനച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലാത്തവർക്ക് റമളാൻ വരും, അങ്ങനെ പെട്ടെന്ന് കടന്നു പോകും, കാര്യമായിട്ടൊന്നും ഉപകാരം എടുക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഇച്ചിരി ഗൗരവത്തോടെ തന്നെ ചിന്തിക്കേണ്ട സമയമാണ്. എല്ലാ ദിവസത്തിലും അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും അസ്ർ നിസ്കാരത്തിൻ്റെ സമയം നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നതാണ്. മലക്കുകളോട് അള്ളാഹ് ചോദിക്കും, വഹുവ അഅലമു ബിഹിം, അള്ളാഹുവിനറിയാം ജനങ്ങളെ സംബന്ധിച്ച്. എന്നാലും മലക്കുകളോട് ചോദിക്കുമത്രേ, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോരുമ്പോഴേ, ബഹ്റൈനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബഹ്റൈനിലെ മുസ്ലിമീങ്ങളെന്ന് ചോദിക്കുന്ന അസ്ർ നിസ്കാരത്തിൻ്റെ നേരം. പ്രസവനെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ നിസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ് എന്ന് ഒരു വിഭാഗത്തെക്കുറിച്ച് അവർ പറയുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളൊക്കെ ചേർത്തി തരട്ടെ. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീക്ക്ലി സ്റ്റേറ്റ്മെന്റ് പോകും അള്ളാഹുവിന്. എല്ലാ ആഴ്ചയിലെയും കണക്ക് അള്ളാഹുലേക്ക് ഉയരും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അതുകൊണ്ട് എൻ്റെ കർമ്മം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പെടുക്കുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് ശഅബാൻ. ശഅബാനിലാണ് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക, ഈ ശഅബാൻ മാസം. അതുകൊണ്ട് ഉലമാ പറയും, ആഖിറത്തിന്റെ ഒരു കലണ്ടർ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, ആഖിറത്തിന്റെ ഒരു കലണ്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കലണ്ടറിലെ ഒന്നാമത്തെ മാസം റമദാനും ആ കലണ്ടറിലെ അവസാനത്തെ മാസം ശഅബാനുമായിരിക്കും എന്നാണ്. നമ്മുടെ അറബ് കലണ്ടർ പ്രകാരം മുഹറം മുതൽ ദുൽഹിജ്ജ വരെ. പക്ഷെ ഒരു ആഖിറത്തിന്റെ കലണ്ടർ ഉണ്ടാകുമെങ്കിൽ അമലുകൾ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു വസന്തമായി അള്ളാഹു റമളാൻ നൽകുകയും ശഅബാനോടുകൂടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. പക്ഷെ ശഅബാൻ അവസാനമാണ്, റമളാൻ ആദ്യത്തിലായിരിക്കും വരിക, ഉലമാ പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകൾ പറയും, 6 ദിവസം മുതൽ 21 ദിവസം വരെ നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ വി ക്യാൻ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. നമുക്ക് നമ്മുടെ ഒരു ചര്യയാക്കി മാറ്റാൻ കഴിയും, ഒരു റൂട്ടീനാക്കി മാറ്റാൻ കഴിയും. 6 ദിവസം മുതൽ 21 ദിവസം വരെ. ഇപ്പം സ്ഥിരമായി നടക്കുന്നവർ, എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ആദ്യത്തെ 21 ദിവസം പൂർത്തിയാക്കാൻ, കണ്ടിന്യൂസ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും, അവരെ കൊണ്ട് കഴിയില്ല. 21 ദിവസം പിടിച്ചു നിൽക്കണം മിനിമം. നമുക്ക് 30 നോമ്പുകളുണ്ട്. എല്ലാ ദുശ്ശീലങ്ങളും മാറ്റിവെച്ച് നല്ല ശീലമാക്കിയെടുക്കാൻ കഴിയുന്ന സമയം അള്ളാഹു റമളാൻ നമുക്ക് തരികയാണ്. അത് തർബിയത്താണ്, തസ്കിയത്താണ്. ആനുവലി അള്ളാഹു നൽകുന്ന ഒരു ട്രെയിനിങ് സെഷനാണത്. അതൊക്കെ ഉപകാരപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അൽ ഖൈറു ആദത്തുൻ വശർറു ലജാജ. നന്മ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്. നന്മ ഒരു ഹാബിറ്റായി മാറിയിരിക്കണം. തിന്മ എന്നത് വല്ലപ്പോഴും കടന്നു വരുന്ന ഒരുതരം വൈവറിങ്, സംതിങ് ദാറ്റ് ക്യാൻ മേക്ക് വൈവറിങ് ഇൻ യുവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയങ്ങളിൽ പെടക്കലുണ്ടാക്കാൻ കഴിയുന്നതാണ് സത്യത്തിൽ പാപങ്ങൾ. നേരെ മറിച്ച് നമ്മുടെ ലോങ് റണ്ണിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്നത് നന്മയാണ്. നമ്മുടെ ഹാബിറ്റായി, നന്മ ഹാബിറ്റായി മാറണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലൂടെ ഒരു നായ കടന്നുപോയപ്പോ ഇദ്ഹബ് ആഫാകല്ലാഹ് എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം നായയോട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയുന്ന പോലെ ആഫാകല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ അവിടുത്തെ കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, ഈസാ നബിയെ, ഒരു നായയോട് ആഫാകല്ലാഹ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? കലിമത്തുൻ തഅവ്വതുഹാ, ഞാൻ ശീലിച്ചു പോയൊരു വാക്കാണത് എന്ന്
മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. നന്മ ശീലമാണ്. അൽ ഖൈറു ആദ വശർറു ലജാജ. ശുദ്ധമായ ഖുർആൻ അങ്ങനെ ഒരു ശീലമാക്കേണ്ടതിലേക്കാണ് ശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഷംസിൽ ആദ്യ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹാ والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها. ഇതൊക്കെ സത്യം ചെയ്ത് പറയണം അല്ലാഹു. വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ, സൂര്യനെ അനുഗമിച്ചു വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, അല്ലാഹു പ്രത്യക്ഷമാക്കി തരുന്ന പകലിനെ തന്നെ സത്യം. ഷംസ്, ദുഹ, ഖമർ, നഹാർ. അഞ്ചാമത്തേത് വല്ലൈലി ഇദാ യഗ്ഷാഹ, ആവരണമായി പുതപ്പ് പോലെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഇരുട്ടെന്ന ആവരണത്തെ തന്നെയാണ് സത്യം. വസ്സമാഇ വമാ ബനാഹ, ഉപരിലോകത്തെ ഗോളങ്ങളെ തന്നെയാണ് സത്യം, അത് സൃഷ്ടിച്ചവനെ തന്നെയും. വനഫ്സി വൽ അർളി വമാ തുഹാഹ, ഭൂമിയെ തന്നെയാണ് സത്യം. വമാ തുഹാഹ, ഉരുണ്ട ഭൂമിയെ നിങ്ങൾക്ക് പരന്നതായി സംവിധാനിച്ചവനെ തന്നെയാണ് സത്യം. ഉരുണ്ടത് പരന്നതുപോലെ കാണലാണ് അത്ഭുതം. ഭൂമി ഉരുണ്ടിട്ട് ആർക്കും തോന്നുന്നില്ലല്ലോ ഉരുണ്ടിട്ടാണെന്ന്. വമാ തുഹാഹ, അങ്ങനെ 9ഓളം. വനഫ്സിൻ വമാ സവ്വാഹ, ശരീരത്തെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, മനുഷ്യ ശരീരത്തെ കൃത്യമായ പ്രപ്പോർഷനിൽ പടച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. 11ഓളം സത്യങ്ങൾ വന്നിവിടെ. എന്നിട്ട് എന്താ അല്ലാഹു പറയാൻ പോകുന്നത്? കഴിഞ്ഞില്ല. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള അറിവ് ജന്മനാ നൽകിയ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ജന്മനാ മനുഷ്യന് നന്മ തിന്മകൾ വേർതിരിക്കാനുള്ള കഴിവുണ്ട്. അത് പരിപോഷിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ഒരു കുട്ടിക്കറിയാം നാണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, തിന്മ എന്താണെന്ന്. അതുകൊണ്ട് കുട്ടികളൊക്കെ തെറ്റ് ചെയ്താൽ ഒളിപ്പിച്ചു വെക്കുന്നത്, ഇച്ചിരി നുണയൊക്കെ പറയുന്നത്. അവർക്കറിയാമോ തെറ്റാണെന്ന്. എവിടെ നിന്ന് കുട്ടിക്ക് മനസ്സിലായി? അൽഹമഹ, അല്ലാഹു ഇൻസ്പയർ ചെയ്തതാണ്, അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണെന്നാണ്. എന്നിട്ട് എന്ത് പറയുന്നു അല്ലാഹു? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ട് അല്ലാഹു പറയാണ്, ഈ ശരീരം ആരാണോ നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് സംസ്കരിച്ചെടുത്തത് അവര് വിജയിച്ചിരിക്കുന്നു. ശരീരത്തെ നമ്മളൊന്ന് തസ്കിയത്ത് ചെയ്തെടുക്കണം, നമ്മളൊന്ന് പരിപോഷിപ്പിക്കാനുണ്ട്. അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മൾ ചില സ്വഭാവങ്ങളെ ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും, ചിലതൊന്ന് നന്നാക്കിയെടുക്കേണ്ടി വരും, ചിലതിനൊരു പരിശീലനം കൊടുക്കേണ്ടി വരും. അങ്ങനെ നഫ്സിനെ ആരാണോ നമ്മുടെ ശരീരത്തിന്റെ ഗുണങ്ങളെ സംസ്കരിച്ചെടുക്കുന്നത് അവര് വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങൾ പെടുത്തി തരണമേ തമ്പുരാനെ. ഈ വിജയത്തിന് 2 കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, അല്ലാഹുമായുള്ള നമ്മുടെ ഇടപെടലിൽ നമ്മുടെ ശരീരത്തിന് തർബിയത്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, അല്ലാഹുമായുള്ള ഇടപെടൽ. മറ്റൊന്ന്, നമ്മളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിൽ നമ്മുടെ ശരീരത്തിന് ചില ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ചില തിരുത്തലുകൾ നൽകേണ്ടി വരും. ഇത് 2ഉം നൽകാനുള്ള സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ 2 ശീർഷകത്തെ കുറിച്ചാണ് ഒരല്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ദുബൈ സമയം 11:45, ഇവിടെ 10:45 അല്ലേ? 10:40. അപ്പോ ലഭ്യമായ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കൽ എങ്ങനെയാണ്? ഒന്ന്, അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം.
അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കണം. ഇസ്തിശ്ആറു അളമത്തില്ലാഹ്, അല്ലാഹു ആരാണ്, അല്ലാഹു ജല്ല ജലാലുവിനെ കാണിച്ചു തരുമോ എന്ന് റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചു പോയ മഹാനാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. റബ്ബി അരിനി അൻദുർ ഇലൈക്, നിന്നൊന്ന് കാണിച്ചു തരോ റബ്ബേ, ഞാൻ നിന്നൊന്ന് നോക്കി കാണട്ടെ, കാണാൻ കൊതിയായിപ്പോയി, നിന്നെ ഞാനൊന്ന് കാണട്ടെ. സീനാ പർവ്വതത്തിന്റെ അരികിൽ വെച്ച് മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. ആ പർവ്വതം ഇന്ന് അവിടെ ഉണ്ട്. സീനാ മരുഭൂമിയിലൂടെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോൾ ആ പർവ്വതം കാണാൻ കഴിയും. അള്ളാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച സ്ഥലം. അള്ളാഹു തആല ഒരു വാക്കാ പറഞ്ഞത്, മൂസ നബിയെ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ കേട്ടോ, വലിയ മഹാപർവ്വതം. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സ്വഇഖാ. പൊടിപൊടിയായി പോയൊരു പർവ്വതം ഇന്നും അവിടെ ഉണ്ട്. സീനാ പർവ്വതത്തിന്റെ തൊട്ട് താഴെ അവിടെ പോയി കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. പൊടിയായി കിടക്കുന്നൊരു മണൽക്കൂനയുണ്ട്. തൊട്ടരികത്തൊന്നും മണൽ കിട്ടൂല, അങ്ങനത്തെ കല്ലുകളുള്ളൊരു മരുഭൂമിയിൽ. ആ പർവ്വതമായിരുന്നു ഇത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ജഅലഹു ദക്ക, വലിയ ഹൈറ്റുള്ള മലകളാണ് സിനായിലെ മലകൾ, വലിയ ഹൈറ്റുള്ള മലകളാണ്. അതിൽപ്പെട്ട ഒരു മലയിലേക്ക് ആ ചൂണ്ടി അള്ളാഹു പറഞ്ഞത്, മൂസ നബിയെ ആ പർവ്വതത്തിലേക്ക് എന്റെ തജല്ലി പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ വിരൽത്തുമ്പ് കാണിച്ചു പറഞ്ഞു, ഇത്രക്ക് അള്ളാഹുവിന്റെ നൂറ് പർവ്വതത്തിലേക്കൊന്ന് കടന്നതേ ഉള്ളൂ. ജഅലഹു ദക്ക വഖറ മൂസാ സ്വഇഖാ, താങ്ങാൻ പറ്റിയില്ല മഹാപർവ്വതത്തിന്. മൂസ നബി അലൈഹിസ്സലാം ആ മഹാത്ഭുതം കണ്ട് ബോധം കെട്ട് വീണുപോയി. സയ്യിദുനാ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ അളമത്തിനെ നമ്മൾ മനസ്സിലാക്കുക. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി വൽഅർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമഹ് വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. കോടാനുകോടി ഗോളങ്ങളും ഗ്രഹങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ. കോടാനുകോടി. നമ്മൾ ബഹ്റൈനിൽ നിൽക്കുമ്പോൾ ബഹ്റൈൻ എത്ര വലിയ നാടാണ്. ഗൂഗിൾ മാപ്പിൽ എടുത്ത് നോക്കി, നിങ്ങൾ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കി, കാണാൻ കിട്ടൂല. സൂം ഇൻ ചെയ്താൽ കിട്ടും, സൂം ഔട്ട് ചെയ്താൽ കാണാൻ കിട്ടൂല അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇറങ്ങി നോക്കുമ്പോൾ എത്ര വലിയ നാട്. ഇവിടെ എത്ര ഏരിയ കമ്മിറ്റി എന്നാ പറഞ്ഞ സമസ്തക്ക് 15. ഈ ചെറിയ നാട് നമുക്ക് ഒരു ഭൂമിയുടെ ഗ്ലോബ് എടുത്ത് നോക്കി കാണാൻ പറ്റുന്നില്ല, അത്രയും ചെറിയ പ്രദേശം. ഇതിനേക്കാളും ലക്ഷക്കണക്കിന് വലുപ്പമുള്ള സാധനം നമ്മുടെ സൂര്യൻ. എത്ര സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് വലുപ്പം. അങ്ങനത്തെ ഒരുപാട് ഗോളങ്ങൾ വേറെയും. അങ്ങനെ ബില്യൺ കണക്കിന് ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു താരസമൂഹം എന്ന് പറയും അല്ലേ. അങ്ങനത്തെ ബില്യൺ കണക്കിന് താരസമൂഹങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ആകാശ ലോകത്ത് കിടക്കുകയാണ്. അതിനപ്പുറത്താണ് ഒന്നാം ആകാശം എന്ന് പറയുന്നത്. ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. നമുക്കൊരു 5 സെന്റ് ഭൂമി വാങ്ങുമ്പോൾ എത്രേൻ്റെ വലുപ്പല്ലേ, നടന്നിങ്ങനെ നോക്കൂലേ, പടച്ചോൻ ഇതൊക്കെ എൻ്റെ തന്നെയാണോ 5 സെന്റ്. അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ എത്രയാ കിടക്കുന്നത്. ഇതൊക്കെ പടച്ച അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയില്ലല്ലോ. അള്ളാഹു പറയാം, ഇങ്ങനത്തെ റബ്ബിനെ. ഒരു മൊബൈൽ ഉണ്ടാക്കിയ ഒരാളെ കണ്ടാൽ വലിയ ബഹുമാനാണ്. സ്റ്റീവ് ജോബ്സ്, ആരാണ് ആപ്പിളിന്റെ ആള് അല്ലേ, വലിയ സ്ഥാനമാനായിരുന്നു സ്റ്റീവ് ജോബ്സ്. ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കി ഈ ലോകം എത്രയാണ് അതിന്റെ വലുപ്പം. അതിൽ അള്ളാഹ് വെച്ച സാധനം എടുത്തിട്ടാണ് നമ്മുടെ ഈ മൊബൈലൊക്കെ ഉണ്ടാക്കിയത്. എന്നല്ലാതെ ആരും ആകാശ ലോകത്ത് പോയി കൊണ്ടുവന്ന സാധനങ്ങളല്ല. ഭൂമിയിലുള്ളത് പുറത്തെടുത്തിട്ട് അസംബിൾ ചെയ്തിട്ട് സാധനങ്ങളാക്കി മാറ്റുകയാണ് അല്ലേ. എല്ലാം അള്ളാഹു ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത സംഗതികളാണ്. ഈ റബ്ബിനെ നിങ്ങൾ വിചാരിക്കേണ്ട രീതിയിൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലല്ലോ. പ്രപഞ്ചമൊന്നാകെ അള്ളാഹുവിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ.
വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശലോകത്തെ സർവ്വഗോളങ്ങളും ഒരു കടലാസ് ചുരുട്ടുന്ന പോലെ അള്ളാഹുവിന്റെ വലത് കൈയിൽ. അള്ളാഹുവിനെ പറ്റി കൈ എന്ന് പറഞ്ഞുകൂടാ, അത്രക്കേ ഉള്ളൂ. ഈ പ്രപഞ്ചമൊന്നാകെ ഒരു കടലാസ് ചുരുട്ടിയതുപോലെ ഈ കോടാനുകോടി നക്ഷത്രഗോളങ്ങളൊക്കെയും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ആ ഒരു അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ മനസ്സിനുള്ളിൽ? അള്ളാഹുവിനെ പറ്റി നമ്മൾ അവൻ എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിനെ ബഹുമാനിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല. റബ്ബേ നീ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനെ പറ്റി അവനെന്നോ നീയെന്നോ എന്നൊക്കെ അള്ളാഹുവിനോട് അഭിസംബോധന ചെയ്യുമ്പോ അതിന്റെ ഏറ്റവും പരമമായ ബഹുമാനത്തിലേ നമ്മളത് പറയാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഭാഷയിൽ അതല്ലാതെ മറ്റൊരു പ്രൊനൗൺ അള്ളാഹുവിനെ പറ്റി പറയാനില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി അവർ എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്ലൂരാരിറ്റിക്കുള്ളതാണ്, ബഹുവചനമാണ്. അള്ളാഹു ഒരുവനാണ്. അവൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ത്രീകൾക്കുള്ളതാണ്, ഡെഫിനറ്റ്ലി ഫോർ ഫീമെയിൽ. ഇറ്റ് അത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ജീവനില്ലാത്ത. അള്ളാഹു ഹയ്യുൻ ഖയ്യൂമാണ്, ജീവൻ ഉള്ളവനാണ്. പിന്നെ നമ്മുടെ ഭാഷയിൽ എന്തുള്ളൂ? ഹി അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ഹുവ, ഇതേ പറയാൻ പറ്റുള്ളൂ. ഭാഷക്ക് അത്രയല്ലേ പരിമിതിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ബഹുമാനം വേണം അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ. നമ്മൾ അങ്ങനെ അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ബഹുമാനം റബ്ബിനോട്, ഇങ്ങനത്തെ ജല്ല ജലാലുവായ അള്ളാഹുവേ. ഇങ്ങനെ മുമ്പൊക്കെ ഉസ്താദുമാർ വാഴ്ന്നു പറയുമ്പോൾ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴമക്കാരൊക്കെ മനോഹരമായ സ്വരത്തിൽ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു പരിശുദ്ധനാണ്, അവനല്ലാത്തൊരു ഇലാഹില്ല എന്നിങ്ങനെ പറയും. നമ്മൾ വിചാരിക്കും അതിന്റെ ചുരുക്കിന് പറയണ. അങ്ങനെയാണല്ലോ അള്ളാഹുവിനെ പറ്റി പറയേണ്ടത്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ലല്ലോ. ഈ പ്രപഞ്ചങ്ങളൊന്നാകെ അടക്കി ഭരിക്കുന്ന അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര എന്ന് പറഞ്ഞുകൂടാ. അറബ് ഭാഷയിൽ കുർസി എന്ന വാക്കിന്റെ അർത്ഥം അതാണെങ്കിലും അള്ളാഹുവിന് ഒരു ഇരിക്കാൻ ഇടം വേണ്ട. അള്ളാഹു ഒരു ഹയ്യിസിലേക്ക് ഒരു സ്പേസ് ആവശ്യമുള്ളവനല്ല. എന്നാലും റബ്ബിന് കുർസിയുണ്ട്. വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർള്, പ്രപഞ്ചങ്ങൾ ഒന്നാകെ കടന്ന് അതിന്റെയും അപ്പുറത്താണ് അള്ളാഹുവിന്റെ കുർസി, അധികാരത്തിന്റെ പീഠം. അതിന്റെ മീതെയാണ് അർശ്. കുർസിയെ പറ്റി നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുർസി അള്ളാഹുവിനെ പറ്റി റബ്ബിന് കാലുണ്ട് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന് കാലില്ല. അങ്ങനെയെങ്കിൽ കാല് വെക്കുന്ന സ്ഥലമാണ് കുർസി, ഇരിപ്പിടമായിരിക്കണം അർശ് എന്ന്. അതെല്ലാം ഹദീസിന്റെ വചനങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടിയേ നമുക്ക് പറയാൻ പറ്റൂ, വ്യാഖ്യാനിക്കാൻ കഴിയൂ. മനുഷ്യനുള്ള പോലെ കൈകാലുകൾ അള്ളാഹുവിനുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഖുർആനിൽ അള്ളാഹുവിന്റെ കണ്ണ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്, റബ്ബിന്റെ കൈ എന്ന പ്രയോഗം വന്നു. അതൊക്കെ വ്യാഖ്യാനിക്കേണ്ടവയാണ്. അള്ളാഹുവിന്റെ കഴിവ്, ഖുദ്റത്ത്, കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ ഇഹാത്തത്തും, ഇതാണ് അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ വ്യാഖ്യാനിക്കുക. കാലി വെക്കുന്ന ഇടമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي.